എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയുടെ ഭാഗമാകണം എന്നുള്ളൊരു ഉദ്ദേശത്തിലുപരി വേറൊരു പ്രത്യേകിച്ചൊരു ഉദ്ദേശമില്ല. അപ്പോൾ എനിക്ക് വലിയൊരു അംബിഷനോടുകൂടി സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളല്ല. എനിക്കൊരു പാഷൻ മാത്രമേ ഉള്ളൂ സിനിമയെക്കുറിച്ച്. എനിക്ക് വലിയ അംബിഷൻസോ അങ്ങനൊരു ഇതിനു വേണ്ടി ഇപ്പം ഭയങ്കരമായിട്ട് കാശുണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഡിമാൻഡുള്ള സമയത്ത് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് ഒരുപാട് കാശുണ്ടാകുക അങ്ങനെയൊക്കെയുള്ള എയിംസ് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് സെലക്റ്റീവായിട്ട് വരുന്നതാണ് ഇഷ്ടം. അങ്ങനെ വരുമ്പോഴേ ഈ പ്രോസസ്സിനെ എൻജോയ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ബോധ്യമുണ്ട്. അതും പിന്നെ എന്തെങ്കിലും ഡിഫറെൻ്റായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന സിനിമകളുടെ ഭാഗമാവണം എന്നുള്ളൊരാഗ്രഹവും ഒക്കെ അതിൻ്റെ റീസണാണ്. ഐദർ എന്തെങ്കിലും പറയാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാൻ ഉള്ളൊരു സിനിമ അല്ലെങ്കിൽ രസിപ്പിക്കുന്നൊരു സിനിമ, രണ്ടിനും ഞാൻ വളരെ അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, ഒരുപാട് ഓഫേഴ്സ് വരാറുണ്ട് നടൻ എന്നുള്ള നിലയിൽ. അതെനിക്ക് 16 വയസ്സുള്ളപ്പോൾ തൊട്ട് എനിക്ക് സിനിമയിൽ ഓഫേഴ്സ് വന്നിട്ടുള്ളതാണ്. പക്ഷേ ഞാനൊരിക്കലും എന്നെ ഒരു അഭിനേതാവായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. ഇപ്പോഴും വളരെ സൂക്ഷിച്ചൊക്കെയാണ്. ഒരുപാട് ആൾക്കാർ നിർബന്ധിക്കുമ്പോൾ മാത്രമാണ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അഭിനേതാവ് എന്നുള്ള നിലയിൽ ഞാനെപ്പോഴും ഇപ്പോൾ എൻ്റെ വീട്ടിൽ അതിൻ്റെ ഏറ്റവും വലിയ ഹൈറ്റ്സിൽ പോയിട്ടുള്ള ഒരാളുള്ളതുകൊണ്ടും എനിക്കതിലൊന്നും പ്രൂവ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടും അതെൻ്റെ ഒരു മേഖലയായിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. പിന്നെ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ അഭിനയിക്കാൻ സംവിധായകരിൽ ഞാൻ അഭിനയിക്കണമെന്ന് പറയുകയും എന്നിൽ ഭയങ്കര കോൺഫിഡൻ്റായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെയുള്ള അറ്റംപ്റ്റ്സിനെ ഞാൻ ഒരിക്കലും അതിൽ നിന്ന് മാറി നിൽക്കാറില്ല. അങ്ങനെ വരുന്ന സിനിമകൾ ഞാൻ ചെയ്തിട്ടുമുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിലിംസും ബിഗ് ഡയറക്ടേഴ്സിൻ്റെയും ഫിലിംസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തോന്നുന്ന യങ്സ്റ്റേഴ്സിൻ്റെ ഫിലിംസിലും, അപ്പം എന്നെക്കാൾ ഇളയതാണ് അരുൺകുമാർ അരവിന്ദ്. അപ്പോൾ അരുണിൻ്റെയൊക്കെ ഫിലിംസും പുതിയ ജനറേഷൻ്റെ ഫിലിംസിലൊക്കെ അഭിനയിക്കണമെന്ന് താല്പര്യമുണ്ട്. അല്ല, സ്വന്തം രചനയിൽ ഒരു കഥാപാത്രത്തെ ചെയ്യുമ്പോഴും ബാക്കിയുള്ളവരുടെ രചനയിൽ ഒരു കഥാപാത്രം ചെയ്യുമ്പോഴും വലിയ ഡിഫറൻസ് വസ്തുതയിലില്ല. കാരണം നമ്മൾ എഴുതുന്ന ഒരു കഥയിലെ ഒരു കഥാപാത്രത്തിന് നമ്മൾ തിരശ്ശീലയിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് അത് കറക്റ്റാണോ എന്ന് നമുക്കൊരു സംശയം തോന്നാവുന്ന ഏരിയാസ് ഉണ്ട്. അപ്പോൾ വളരെ ഇപ്പം ഈ അടുത്ത കാലത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ആക്ടിങ്ങിനെ കുറിച്ച് വളരെ കോൺസെപ്റ്റുള്ളൊരു ഡയറക്ടറാണ് അരുൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ അത് ചെയ്യുമ്പോൾ അതിന് ഒരു തരത്തിൽ നമ്മുടെ സിനിമ അല്ലെങ്കിൽ വേറൊരു സിനിമയിൽ അഭിനയം അങ്ങനെയൊന്നുമില്ല. എന്ത് ടാസ്കും അഭിനയത്തിൽ ചലഞ്ചിങ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഞാനൊരു സാധാരണക്കാരനായ സിനിമാ സ്നേഹിയാണ്. സിനിമാക്കാരൻ എന്നുള്ള ആ ഒരു യൂസേജ് എത്രത്തോളം അത് ശരിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സാധാരണക്കാരനായ ഫിലിം ലവറായിട്ടാണ്. അപ്പോൾ എൻ്റെ സിനിമയിലുള്ള എൻ്റെ അറ്റംപ്റ്റ്സും ആ ഒരു ഫിലിം ലവറിൻ്റെ അറ്റംപ്റ്റ്സ് മാത്രമാണ്. ഇല്ല, ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിന് ഉറ്റുനോക്കേണ്ട ആവശ്യമില്ല. കാഴ്ചകൾ നമ്മളെയാണ് ഉറ്റുനോക്കുന്നത്. അപ്പോൾ നമ്മളെ ഉറ്റുനോക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നാൽ മാത്രം മതി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമ്മൾ ആ കാഴ്ച ഇതാ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ കാഴ്ച ചെന്നുപോയി കാണേണ്ട ആവശ്യമില്ല. ദ ഹോൾ വേൾഡ് ഇസ് എ സ്റ്റേഡിയം. അതിലുള്ള നമ്മൾ കാഴ്ചക്കാരെയും കാണുന്നു, കളിയും കാണുന്നു, റെഫറിയും കാണുന്നു, അത് കവർ ചെയ്യാൻ വന്നിരിക്കുന്ന പ്രസ് റിപ്പോർട്ടേഴ്സിനെയും കാണുന്നു. ഇതൊരു മൊത്തം ഒരു സ്പെക്ടക്കിളാണ്. ആ സ്പെക്ടക്കിളിൽ കാണുമ്പോൾ അതിൽ ഒന്നിനെ മാത്രം ശ്രദ്ധിക്കുകയോ വേറൊന്നിനെ മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്ത് കാണാൻ പറ്റില്ല. ഇപ്പം നമ്മളിവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ ചുറ്റും ഒരു വേൾഡ് ഇങ്ങനെ ഭയങ്കര ശബ്ദവും വെളിച്ചവും നിഴലും ഒക്കെ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കാണാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മളെ കാണുന്ന ചില കാഴ്ചകളുണ്ട്, നമ്മളെ ഇങ്ങോട്ട് കാണുന്ന, അതിനെ നമ്മൾ നോക്കിയിരുന്നാൽ മാത്രം മതി. അതിൽ നിന്നുണ്ടാകുന്ന റിഫ്ലക്ഷൻസ് ആണ് ആർട്ട്. അസ്വസ്ഥത ഉളവാക്കുന്ന കാഴ്ചകൾ ദുഃഖകരമായ കാഴ്ചകളാവണമെന്നില്ല. വളരെ ആളുകൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന ചില കാഴ്ചകൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കാം. ചില സ്പെക്ടക്കിൾസ് ഉണ്ട്.
വളരെ ആളുകൾ വളരെ ആഘോഷിക്കുന്ന ചില സ്പെക്ടക്കിൾസ് ഉണ്ട്. ആ സ്പെക്ടക്കിൾസ് ചിലപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടാകും. അപ്പോൾ അസ്വസ്ഥത എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് മെജോറിറ്റിക്ക് സ്വസ്ഥത നൽകുന്ന ചില കാഴ്ചകളും നമുക്ക് അസ്വസ്ഥത ഉണ്ടാകാം. ഇതെല്ലാം ഭയങ്കര ആപേക്ഷികമായിട്ടുള്ള കാര്യമാണ്. നന്ദിക്ക് പറയുന്നത്. ഈ ഡെഫിനിഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ്. നമ്മൾ കുറച്ചു കാലം ജീവിക്കുന്നു മരിക്കുന്നു എന്നതിലുപരി നമ്മൾ അന്തർമുഖനാണോ അല്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കുന്ന അഹങ്കാരം കൊണ്ടാണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ഒപ്പീനിയൻസ് വരാം. ഞാൻ അതിനെക്കുറിച്ച് ബോധവാനല്ല. നമ്മൾ ഒരു ജീവിതം ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. എനിക്കങ്ങനെ ഒരു സങ്കല്പവും അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ കണ്ടിട്ടുള്ള എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും വളരെ അൺനാച്ചുറൽ ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാരേജ് എന്നുള്ളത്. സോഷ്യലി ഭയങ്കര റെലവൻറ്റും പക്ഷേ നാച്ചുറലി വളരെ കുഴപ്പം പിടിച്ചൊരു സാധനമാണ്. അപ്പോൾ ഈ സോഷ്യൽ റെലവൻസിനും വേണ്ടി നമ്മൾ സൊസൈറ്റിക്ക് റൂട്ട് ചെയ്യാൻ വേണ്ടിയുമാണ് വിവാഹങ്ങൾ ഇങ്ങനെ നടക്കുകയും അതിത്ര ആഘോഷമാക്കുകയും വിവാഹം കഴിച്ചില്ലെങ്കിൽ വലിയൊരു തെറ്റാണെന്ന് കരുതുകയും വിവാഹം കഴിച്ചാൽ ജീവിതത്തിൻ്റെ ഒരു ഏട് തീരുകയും ചെയ്യുന്നു എന്നൊക്കെ വിശ്വസിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സൊസൈറ്റിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അപ്പോൾ നേച്ചറിൻ്റെ പ്രകൃതിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്നോട് ചോദിച്ചാൽ അത് കല്യാണം വളരെ അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് വളരെ അൺനാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ്. അതൊരു താൽക്കാലികമായ ഒരു ഒരു പിടിച്ചുകെട്ടൽ എന്ന് ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കൊരു ഐഡിയൽ ഹസ്ബൻഡ് എന്താണെന്ന് ചോദിച്ചാൽ അതിനെനിക്കൊരു ഉത്തരവില്ല. കാരണം ഐഡിയൽ ഹസ്ബൻഡ് എന്താണെന്ന് പറയുകയാണെങ്കിൽ അത് നാച്ചുറൽ ഫിനോമിന ആയിരിക്കണം, എന്നാലേ ഐഡിയൽ എന്ന് പറയാൻ പറ്റും. ഒരു ടെക്സ്റ്റ് ബുക്ക് ഹസ്ബൻഡ് എങ്ങനെ ഇരിക്കണം എന്ന് ചോദിച്ചാൽ ആദ്യം അതൊരു നാച്ചുറൽ ഫിനോമിന ആയിരിക്കണം. വിവാഹം എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ ഫിനോമിനാണ്. അതൊരു നാച്ചുറൽ ഫിനോമിന അല്ലാത്തടത്തോളം കാലം നമുക്ക് ഒരു ഐഡിയൽ ഹസ്ബൻഡ് എന്നോ ഐഡിയൽ വൈഫ് എന്നോ ഐഡിയൽ മാരേജ് എന്തായിരിക്കണമെന്നോ എന്നൊന്നും ഒരിക്കലും നിർവചിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെന്നാണ് എനിക്ക്. അല്ല, ഞാൻ പറഞ്ഞില്ല, വീഴ്ച എന്ന് പറയണമെങ്കിൽ നമ്മളൊരു ഭയങ്കര സത്യമുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനോമിനെ കുറിച്ച് സംസാരിക്കുമ്പോഴായിരിക്കണം അതിലെവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് നമ്മളൊരു പിൻചിന്ത വരേണ്ട ആവശ്യം. ഈ വിവാഹം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് കാണിക്കുന്ന പോലെ അതൊരു ഹാപ്പനിങ് മാത്രമാണ്, ഒരു സിറ്റുവേഷൻ മാത്രമാണ്. ആ സിറ്റുവേഷൻ മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്നൊരു സിറ്റുവേഷനാണ്. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഇതും പറയും. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, ജീവിതം ഭൂമിയിൽ വിതുമ്പി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പാട്ടുകളും അതിനെ സാഹിത്യപരമായിട്ടും മതപരമായിട്ടും ഒക്കെ അതിന് ഭയങ്കരമായ ഒരു സപ്പോർട്ട് കൊടുത്ത് നിലനിർത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബാഹ്യമായ എലിമെൻസിൻ്റെ സപ്പോർട്ടോടുകൂടി നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവുന്നിടത്തോളം കാലം അതിനെ ഈ പറഞ്ഞ പോലെ ടെക്നോളജിയൊക്കെ വന്നിട്ട് ഭയങ്കരമായ ഒരു ഫ്രീഡം കൊടുക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ അതെങ്ങനെ വേണമെങ്കിലും പോവാം. അപ്പം ഇപ്പം ശ്രുതി പറഞ്ഞൊരു ഇതെന്ന് പറയുന്നത് ഇപ്പം വൈവാഹിക ജീവിതങ്ങളിൽ ഒരുപാട് വിള്ളലുകൾ വ്യക്തമാകുന്നുണ്ട്. ഈ വിള്ളലുകൾ പണ്ട് മുതലേ ഇത് വളരെ ഫ്രജൈലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ടെക്നോളജിയുടെ ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ അത് ഒരു സ്ഥലത്ത് തന്നെ ജീവിച്ച് ഒരു സ്ഥലത്ത് തന്നെ കൺഫൈൻഡായിട്ട് എക്സിസ്റ്റ് ചെയ്ത് അവിടെ തന്നെ മരിച്ചു വീഴുന്നൊരു സംഭവം മാത്രമായിട്ട് തോന്നുന്നു. ടെക്നോളജി വരുമ്പോൾ അതിന് ഒരുപാട് പോസിബിലിറ്റീസ് വരും. ഇത് ഒരുപാട് ഒപ്പീനിയൻസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വാസ്തവത്തിൽ ഹൗസ് അറസ്റ്റിലായ ഒരു സ്ത്രീ എന്നൊന്നും പറയാൻ പറ്റില്ല. ആസ് ലോങ് ആസ് അവർക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, അവരുടെ മൊബൈൽ ഫോൺ 3G ആണെങ്കിൽ, അവരുടെ കയ്യിൽ അവർക്ക് കമ്പ്യൂട്ടറിൽ ആക്സസ് ഉണ്ടെങ്കിൽ ഒന്നും അവർ ഹൗസ് അറസ്റ്റിലല്ല. അവർക്ക് ആയിരക്കണക്കിന് വിൻഡോസ് അവർ റെഗുലറായിട്ട് ഓപ്പൺ ചെയ്ത് ആ വിൻഡോസിൽ കൂടെ അവർ ശ്വസിക്കുന്നുണ്ട്. അതിലൂടെ അവർ നിറങ്ങൾ കാണുന്നുണ്ട്. അതിലൂടെ അവർ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു സെക്ഷനുണ്ട്. വേറൊരു സെക്ഷനിൽ അത് എത്തിയിട്ടില്ലാത്ത സെക്ഷനിൽ ഇപ്പോഴും പഴയ പോലത്തെ ഒരു അവസ്ഥ തന്നെയാണുള്ളത്. ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കെല്ലാവർക്കും ഓരോ വഴികളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അതിന് എത്ര പ്രസക്തിയുണ്ട് ഒരു സാമൂഹികമായൊരു സിനാരിയോയിൽ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ പൊതുവെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒരു കണക്ക് പുസ്തകമാണ് ലൈഫ് എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ ജീവിക്കാൻ പോകുന്നവരാണ് സൂയിസൈഡലാവുന്നത്. അവരാണ് സ്വന്തം ജീവൻ എടുക്കുന്നത്.
അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ജീവിതത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാ സ്ഥലത്തും വേണ്ടി വരും, എല്ലാ ഫീൽഡിലും അതുണ്ട്. പിന്നെ മിനിമം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നവർ മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നവർ എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ ഉള്ള ഈ രാഷ്ട്രീയവൽക്കരണം അല്ലെങ്കിൽ ഒരു സംഘടനാവൽക്കരണം വേറെ ഒരുപാട് കാര്യങ്ങളിൽ അത് നന്മ ചെയ്യുന്നുണ്ടാവാം, നന്മ ചെയ്യുന്നുണ്ട്. ഇപ്പം ആളുകളുടെ അവശ്യ കലാകാരന്മാരെ സഹായിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുള്ളപ്പോൾ ഈ മിസ്റ്റിക് എന്ന് പറഞ്ഞാൽ സിനിമയുടെ മിസ്റ്റിക്കിന് അത് കുറച്ച് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടേതായ ഒരു റിയൽ ഫേസും കൂടെ കോൺസ്റ്റൻ്റ് ആയിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവരൊരു ക്രിയേറ്റീവ് എഫർട്ടുമായിട്ട് വരുമ്പോഴും ഈ മുഖവും ആ മുഖവും കൂടെ ഉള്ളൊരു കൊളിഷൻ ഈ തിയേറ്ററിൽ ഇരുട്ടിലിരിക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുകയും അതുകൊണ്ട് ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെ കുറയുകയും ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ക്യാരക്ടേഴ്സുമായിട്ട്. ഇവർ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യവും ഇവർ സ്ക്രീനിൽ വന്ന് പറയുമ്പോഴും ഇപ്പോൾ സ്ക്രീനിലെ ക്യാരക്ടറും പത്രസമ്മേളനത്തിൽ വെളിയിൽ വന്ന ക്യാരക്ടറും ഇതെല്ലാം ഈ മെമ്മറി ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു സ്ക്രാമ്പിൾഡ് ആക്കി കളയാൻ ഉള്ള സാധ്യതയുണ്ട്. അത് സിനിമയെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സിനിമ എന്നുള്ള ആർട്ട് ഫോമാണ്. ഇത് ഞാൻ പറയുന്നത് ഒരു ഫിലിം വ്യൂവർ എന്നുള്ള നിലയിലാണ്. ഞാൻ വാസ്തവത്തിൽ അതിനെക്കുറിച്ചൊന്നും ഒരു ആലോചന നടത്തിയിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന വർക്കിൽ മാത്രമാണ് എൻ്റെ കോൺസെൻട്രേഷൻ. ഇപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, അവരുടെ സിനിമകൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ സിനിമ എന്തുകൊണ്ട് വിജയിക്കുന്നു, ഇതിനെയൊക്കെ വളരെ കാഴ്ചക്കാരൻ്റെ ലെവലിൽ ഉള്ളൊരു ആസ്വാദനം മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത്. അല്ലാതെ മറ്റേ റീസൺസിലോട്ടൊന്നും ഞാൻ പോകാറില്ല. എന്നെ അപേക്ഷിച്ച് എന്നെ എൻ്റർടൈൻ ചെയ്യുന്ന സിനിമ അല്ലെങ്കിൽ എന്നെ എൻ്റർടൈൻ ചെയ്യാതിരിക്കുന്ന സിനിമ, എനിക്കിഷ്ടമുള്ള സിനിമ, എനിക്കിഷ്ടപ്പെടാത്ത സിനിമ എന്നുള്ള വളരെ പേഴ്സണലായിട്ടൊരു ഇത് ഉണ്ടെന്നല്ലാതെ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു, ഇവരെന്തുകൊണ്ട് മറ്റേതാവുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും ആലോചിച്ച് മെനക്കെടാൻ എനിക്ക് താല്പര്യം. ഒട്ടുമല്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ ഉണ്ട്. അത് സിനിമയാണ് എൻ്റെ മീഡിയം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പറയാൻ, അത് കഴിയുന്നത്ര സത്യസന്ധമായിട്ട് പറയാൻ ഒരവസരവും അത് ചെയ്യാനുള്ള തൃപ്തി തോന്നുന്ന വിധം അത് സ്ക്രീനിലെത്തിക്കാനും സാധിക്കണം എന്നതിലുപരി ഞാൻ അതിനെക്കുറിച്ച് ബോധമില്ല. ഇത് ചെയ്യാൻ ഉള്ളൊരു ചാൻസസ് വരണം, അത് നന്നായിട്ട് ചെയ്യാൻ പറ്റണം, സിൻസിയറായിട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സത്യസന്ധമായിട്ട് പറയാൻ ശ്രമിച്ച അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചൊരു സിനിമയാണ് ഈ അടുത്ത കാലത്ത്. അതാണ് അതിൻ്റെ വിജയ കാരണം. മറ്റതിൻ്റെ പരാജയ കാരണം എന്താണെന്ന് ഞാൻ ഇനിയും അതിൻ്റെ ശരിക്കുള്ള റീസൺസ് ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അത് ഒരുപാട് കാര്യങ്ങൾ ഫെയിൽ ചെയ്തൊരു സിനിമയാണ്. അതിൽ എൻ്റെ ഫെയിലിയറുണ്ട്, ബാക്കിയുള്ളവരുടെ ഫെയിലിയറുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിക്കിഴിച്ച് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള റീസൺ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു വലിയ എഫേർട്ട് തന്നെ വേണ്ടി വരും. അതിൻ്റെ പാഠങ്ങൾ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലും ഒരു എഴുത്തുകാരെന്നുള്ള നിലയിൽ എങ്ങനെയാണ് പരാജയപ്പെട്ടത്, അല്ലെങ്കിൽ എൻ്റെ പരാജയം എവിടെയായിരുന്നു സംഭവിച്ചത്, വേറൊരാളുടെ പരാജയം എവിടെയാണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ ആലോചിക്കാൻ കുറേ സമയം എടുക്കും. പക്ഷേ ഈ അടുത്ത കാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ സത്യസന്ധമായി എഴുതുകയും വളരെ സത്യസന്ധമായി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തൊരു ഫിലിമാണ്. അതാണ് അതിൻ്റെ സക്സസിൻ്റെ റീസൺ, അതാണെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ തന്നെ സംവിധായകനാവരുതെന്നാണ്. അപ്പോൾ ഞാൻ സംവിധാനം ചെയ്യാൻ ഡിസൈഡ് ചെയ്താൽ ഞാൻ എൻ്റെ തീമിനെ ചിലപ്പോൾ ബേസ് ചെയ്യുമായിരിക്കും, പക്ഷേ എൻ്റെ സ്ക്രീൻ പ്ലേ ഞാൻ വേറെ ആളായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വർക്കിനെ തന്നെ കുറച്ച് മാറി നിന്ന് കാണാനുള്ളൊരു എബിലിറ്റി സംവിധായകന് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ലിറ്റററി വർക്കുമായിട്ട്. അല്ലെങ്കിൽ ലിറ്റററി വർക്കിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ സ്ക്രീൻ പ്ലേ, ലിറ്റററി വർക്ക് ഞാൻ ഉദ്ദേശിച്ച സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ ലിറ്ററേച്ചറിന് അതിൻ്റെ ഫുൾ ഡീറ്റെയിലിങ്ങിൽ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാൻ പറ്റണമെങ്കിൽ അതുമായിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് ഡയറക്ടറിന് ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ തന്നെ എഴുതുന്ന വർക്ക് നമ്മൾ സിനിമയാകുമ്പം നമ്മൾ കാണാതെ പോകുന്ന ചില കാര്യങ്ങൾ സ്കിൽഡായിട്ടൊരു ഡയറക്ടറിന് സെൻസ് ചെയ്ത് അത് എക്സ്പ്ലോർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
നമ്മൾ പേപ്പറിൽ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്ന ഒരുപാട് കാര്യങ്ങൾ സ്ക്രീനിൽ കൊണ്ടുവരാൻ വളരെ പാടാണ്. ഇവിടുത്തെ ഒരു ഗിവൺ സിറ്റുവേഷൻ, സർക്കംസ്റ്റൻസസ്, ഫിനാൻഷ്യൽ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കാം, മേഘത്തിൻ്റെ നിഴലുകൾ ചിത്രം വരയ്ക്കുന്ന പാടം എന്നൊക്കെ എഴുതി വയ്ക്കാം. ഇത് ഒരു ഷോട്ട് എടുത്ത് വയ്ക്കാൻ നോക്കുമ്പോൾ മേഘത്തിൻ്റെ നിഴലുകൾ ചിത്രം വരയ്ക്കുന്ന പാടം എന്ന് പറഞ്ഞാൽ എത്രയോ ദിവസങ്ങളിരുന്നാലേ ഡയറക്ടറിന് അങ്ങനെ ഒരു ഷോട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു റൈറ്ററിന് ഭയങ്കരമായ ഫ്രീഡം ഉണ്ട് എഴുതി വയ്ക്കാൻ ഒരുപാട് സാധനം. അപ്പോൾ അതിൻ്റെ ഈ ഡയറക്ടോറിയൽ സൈഡിൽ ഈ പരിമിതികൾ ഒക്കെ ഫേസ് ചെയ്തിട്ട് അതിനൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് റൈറ്ററിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ ഉണ്ടാക്കാൻ മാത്രമേ ഒരു ഡയറക്ടറിന് സാധിക്കൂ. ആ ഒരു രീതിയിൽ ഈ അടുത്ത കാലത്ത് എനിക്ക് വളരെ നിറവ് നൽകിയ ഒരു സിനിമയാണ്. അതിൻ്റെ സ്ക്രീനിൽ കണ്ടപ്പം എനിക്ക് ഒട്ടും ഡിസപ്പോയിൻറ്റഡ് ആവാത്തൊരു സിനിമയാണ് ഈ അടുത്ത കാലത്ത്. എന്നെ ഒട്ടും ഒരു രീതിയിലും ഡിസപ്പോയിൻ്റ് ചെയ്യാത്തൊരു മേക്കിംഗ് ആണ്. ഇല്ല, അങ്ങനെ ഒരു പരക്കം വാച്ചിലില്ല. കാരണം ഞാൻ കുറേ പെറ്റ് ഓൺലൈൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ, വേറെ സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെതായ സമയമെടുത്ത് അത് ഓരോന്നായിട്ട് ചെയ്യുക എന്നുള്ളൊരു ഡിസിഷനാണ്. നമ്മൾ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാൻ നോക്കിയാൽ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട സിനിമയാണെങ്കിലും അത് അംഗീകരിക്കപ്പെടും. അപ്പോൾ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിൻസിയറായിട്ടൊരു പടം ചെയ്യുക, അത്രേ ഉള്ളൂ. സിൻസിയറിറ്റി ഈസ് ദ കീ. നല്ല രണ്ടും ഇവോൾവിങ് ആയിട്ടുള്ള ഏരിയാസാണ്. അതുകൊണ്ട് അത് പരിണമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ജോലികളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാനത് രണ്ടും ചെയ്യും. സിനിമയിൽ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും. പരിണമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് അവസ്ഥകളെ നമുക്ക് ബഹുമാനിക്കണോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഇത് രണ്ടും മാക്സിമം ഇവോൾവ് ചെയ്യട്ടെ എന്ന് ആശിക്കാൻ മാത്രമേ പറ്റൂ. അപ്പോൾ ഇതിന് രണ്ടിനും എൻ്റെ ഭാവുകങ്ങൾ നേരുന്നു എന്ന് ഞാൻ പറയും. സത്യസന്ധത കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഇത് രണ്ടുമാണ് ചെയ്യാൻ നോക്കുന്നത്. സത്യസന്ധനാണോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. സത്യസന്ധൻ ആവാൻ ശ്രമിക്കാറുണ്ട്, ആ ശ്രമം കണ്ടിന്യൂ ചെയ്യാറുണ്ട്. സത്യസന്ധത കംപ്ലീറ്റ് ആയിട്ട് കൈവരിച്ചാൽ കൊള്ളാം. കുറവ് ഒരുപാടുണ്ട്. അതിനിപ്പം ഒന്നായിട്ട് പറയാൻ പറ്റില്ല. ഒരുപാട് കുറവുകളുണ്ട്. അത് ഞാൻ വളരെ ബോധവാനുമാണ്. എനിക്ക് തോന്നുന്ന കുറവുകൾ തന്നെയാണ് ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ബാക്കിയുള്ളവർക്ക് തോന്നുന്ന കുറവുകൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ അയാൾക്ക് വലിയ അഹങ്കാരമാണ്, അല്ലെങ്കിൽ ഇയാളൊരു പ്രശ്നക്കാരനാണെന്ന് വേറൊരാൾക്ക് തോന്നിയാൽ അതിനൊരു വേറെ റീസൺസ് കാണും. അതിനെക്കുറിച്ചല്ല ഞാൻ ബോധമായിട്ടുള്ളത്. എനിക്ക് തോന്നുന്ന ഒരുപാട് കുറവുകളുണ്ട് എനിക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ബോധവാനാവാറുണ്ട്. ഇനി ബോധവാനാവാത്ത കുറവുകളും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാനാവാൻ നോക്കുക. ഈ ബോധവാനായ കുറവുകളെ കുറച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക. ഇത് ഒരു ശ്രമം മാത്രമാണ് എല്ലാം. രാഷ്ട്രീയം എക്കാലവും ഒരിടത്ത് തന്നെയാണ് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഒരു പ്രത്യേക എത്തി നിൽക്കലില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ സമയത്തും രാഷ്ട്രീയം ഒന്ന് തന്നെയായിരുന്നു. രാഷ്ട്രീയ കളികൾ ഒന്ന് തന്നെയായിരുന്നു. അത് വെളിച്ചത്ത് കൊണ്ടുവരുന്നതിൽ മാറ്റങ്ങൾ വന്ന് കാണണം. ഇപ്പോൾ ഈ ടെക്നോളജി ഇത്രയും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടും ഇത്രത്തോളം എക്സ്പോഷർ ഉള്ളതുകൊണ്ടും ഇപ്പോൾ ആ കളികൾ നമ്മൾ കൂടുതൽ അറിയുന്നു എന്നുള്ളതൊഴിച്ചാൽ രാഷ്ട്രീയ കളികൾ പൗരാണിക കാലം തൊട്ട് ഇപ്പോൾ വരെ ഒരേ കളികളാണ് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യന് എനിക്ക് വ്യാകുലത തീർത്തുമില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. തൽക്കാലം വ്യാകുലതയില്ല എന്ന് പറയാം. അത്ര പറയാനേ ഒരു മനുഷ്യനെ കൊണ്ടാവും. ഞാൻ അത്രയും പറയുന്നു. തൽക്കാലം ജീവിതത്തിൽ വ്യാകുലതയില്ല. വരാതിരിക്കാം, എന്ത് സംഭവിക്കും. വിദ്യാഭ്യാസത്തിന് ജ്ഞാനമായി തെറ്റിദ്ധരിക്കുമ്പോഴാണ് ആ കുഴപ്പം വരുന്നത്. വിദ്യാഭ്യാസമുണ്ട് എന്ന് വെച്ചിട്ട്
ഒരാൾക്ക് സംസ്കാരം ഉണ്ടാവണമെന്നോ അയാളൊരു ജ്ഞാനമുള്ള ആളാവണമെന്നുമില്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിന് കേരളത്തിലൊരു പൊതു ടെൻഡൻസി അതാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എല്ലാം തികഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ വിദ്യാഭ്യാസം എല്ലാം തികയ്ക്കുന്നില്ല എന്നുള്ള അറിവാണ്, എന്നുള്ളൊരു കുത്തിനോവിക്കലാണ് ഈ അല്ലാത്ത സംഭവം.